എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ചിന്തകളിലേക്ക് ഞാൻ കൊണ്ടുവരുന്നതായ ഒരു കാര്യം, 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീയും പുരുഷനും എന്തുകൊണ്ടാണ് ഇപ്പോൾ വിവാഹമോചിതരാകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഡൈവോഴ്സ് ഈ ഒരു ഏജിൽ സംഭവിക്കുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. പല ഫാമിലിയിലും നമ്മൾ നേരെ നോക്കുമ്പോൾ അവർ തമ്മിൽ നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ വന്ന് അവർ ഡൈവോഴ്സ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് അവർക്കിടയിലുള്ള വലിയ വലിയ പ്രശ്നങ്ങളെപ്പറ്റി. അപ്പോൾ നമ്മളുടെ ചുറ്റും ഒരു 3-4 ഇൻസിഡൻറ്റ് അടുപ്പിച്ച് നടന്ന ഒരു സന്ദർഭമാണിത്. അപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് അതിൻ്റെ ഒന്നും എടുത്തു പറയുന്നില്ല. കാരണം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നത് എന്താണ് ഏതാണ് എന്ന് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാകും. അപ്പോൾ അത് അവരെ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് സംസാരിക്കാനായിട്ട് ഒട്ടും താല്പര്യപ്പെടുന്നില്ല. ഇത് മറ്റുള്ളവരിലേക്ക് ഒരു അവയർനെസ് എന്ന നിലയിലാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ചിന്തിക്കുന്നത് ഈ 40 വയസ്സ് കഴിയുന്ന സമയത്താണ് പുരുഷനും സ്ത്രീയും അവരുടെ ലൈഫിൽ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുന്നതും, അതുപോലെ തന്നെ അവരുടെ ആ ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് അവർ ഒന്ന് റിലാക്സ് ആയിട്ടുള്ള ഒരു സമയം. അതായത് നമ്മൾ കല്യാണം കഴിക്കുന്ന എല്ലാ പുരുഷന്മാരും സ്ത്രീകളും ഏകദേശം 28-നും 35 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു സമയത്തായിരിക്കുമല്ലോ കൂടുതൽ ആളുകളും വിവാഹത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ആ ഒരു തിരക്കിനിടയിൽ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ പുതിയ വീട്, കാറ് എന്ന് വേണ്ട നമ്മളുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിൽ നമ്മൾ സെറ്റിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഇടയ്ക്ക് നമ്മൾ വളരെയധികം ബിസി ആയിരിക്കും. നമുക്ക് മറ്റൊരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഇതിലെല്ലാം വളരെ ബിസി ആയിട്ട് നമ്മളുടെ ലൈഫ് മുമ്പോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു തോട്ട് നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മളുടെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു അതായത് ഈ തിരക്കുകൾക്കിടയിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കെയർ, അല്ലെങ്കിൽ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ റീതിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു പീരീഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും കല്യാണം കഴിയുന്ന സമയത്ത് നമ്മൾ ധാരാളം നമ്മുടെ പാർട്ട്ണറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഗ്രാജുവലി എന്തോ പറയാനാ, എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് വലിയ കാര്യമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ കൂടുതലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു പ്രവണത, അത് വളരെ ഗ്രാജുവലി അത് നിന്നു പോവുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഒരു വിവാഹ ബന്ധത്തിൽ കൂടുതലായിട്ടും വേണ്ട ഒരു കാര്യം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മുടെ പാർട്ട്ണറിലെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ താല്പര്യങ്ങൾ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന വിധത്തിലുള്ളത് രീതിയിൽ ആകരുത് എന്നുള്ളതാണ്. നമ്മൾക്ക് നമ്മളുടെ പാർട്ട്ണറിലുള്ള തെറ്റുകൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ സ്നേഹത്തോടെ അത് തുറന്നു പറയാനുള്ള ഒരു ചാനലിനെയാണ് ഞാൻ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന വിവാഹ ബന്ധത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പോൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരും പെർഫെക്റ്റ് ആയിട്ടല്ല നമ്മുടെ ഈ രാജ്യത്ത് കല്യാണം കഴിക്കുന്നത്. കാരണം ഏത് വിവാഹ ബന്ധത്തിലാണെങ്കിലും അതിൻ്റേതായ പോരായ്മകൾ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. കാരണം ഇത്രയും കോടി ജനങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മൾ ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ ആ ആളെല്ലാം തികഞ്ഞ ആളാകണമെന്നില്ല. നമ്മളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള ആളാകണമെന്നില്ല, അല്ലെങ്കിൽ നമ്മളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ജോലി ആകണമെന്നില്ല, വിദ്യാഭ്യാസമാകണമെന്നില്ല, അല്ലെങ്കിൽ അവരുടെ മറ്റു പ്രവർത്തികളാകണമെന്നില്ല. അപ്പോൾ വിവാഹബന്ധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് വിവാഹബന്ധം എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ ആളുകൾ ഓർക്കും, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുന്നതിനാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരിക്കലുമല്ല. അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പാർട്ട്ണറെ മനസ്സിലാക്കി ജീവിക്കുന്നതാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. വിവാഹം കഴിഞ്ഞ വർഷങ്ങൾ കഴിയുമ്പോൾ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് പെട്ടെന്ന് പ്രായമാകുന്നതായിട്ടുള്ള ഒരവസ്ഥ വരുന്നുണ്ട്. കാരണം അവർ ഡെലിവറി എല്ലാം കഴിഞ്ഞ് അവരുടെ സ്കിന്നിനുള്ള ചേഞ്ചസ്, അല്ലെങ്കിൽ അവരുടെ ബോഡി ഷേപ്പിനുള്ള ചേഞ്ചസ്,
അവരുടെ ആ ഒരു സ്വഭാവത്തിലുള്ള വ്യത്യാസം. കാരണം പുരുഷനെ സംബന്ധിച്ച് അവന് പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും ഒരു കുട്ടി ഉണ്ടാകുന്നതിലൂടെ സംഭവിക്കുന്നില്ല. ആ പുരുഷൻ അവൻ എങ്ങനെയായിരുന്നോ അതേ നിലയിൽ തന്നെയാണ് അവരുടെ മുന്നോട്ടുള്ള ലൈഫ് പോകുന്നത്. എന്നാൽ ഒരു സ്ത്രീ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ സ്ത്രീയുടെ അവസ്ഥ പൂർണ്ണമായും ചേഞ്ച് ആകുകയാണ് അവർക്കൊരു കുട്ടി ഉണ്ടാകുന്ന ഒരു സമയത്ത്. അപ്പോൾ അവരുടെ ബോഡി ഷേപ്പ് വല്ലാതെ അങ്ങ് മാറും. അതുപോലെ തന്നെ അവരൊരു അമ്മ എന്നുള്ള നിലയിൽ വളരെയധികം ഒരു മെച്വറായിട്ട് അവരുടെ ബിഹേവിയർ ഒരു പുരുഷൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കല്യാണം കഴിഞ്ഞ സമയത്തുള്ള വർത്തമാനങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങൾക്ക് ഒരുപക്ഷെ സ്ത്രീകൾക്ക് തയ്യാറാകാൻ പറ്റാത്ത രീതിയിലായിരിക്കും അവരുടെ ആ മെച്യൂരിറ്റി അവരെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. കൂടുതൽ സമയം കുട്ടികൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു ലൈഫായിരിക്കും സ്ത്രീകൾക്ക്. അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് തന്നെയും പല കാര്യങ്ങളിലും റെസ്പോണ്ട് ചെയ്യുന്നത് വളരെ ദേഷ്യത്തോടു കൂടി അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന സ്ത്രീകളാണ് കൂടുതലും ഈ ഒരു 40 ഇയേഴ്സ് കഴിഞ്ഞ് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പാർട്ട്ണർ ആ ഒരു ചേഞ്ചസ് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാതെ വരികയും അപ്പോൾ അവരുടെ മനസ്സ് നമ്മുടെ ആ പാർട്ട്ണറിൽ നിന്ന് വിട്ടുപോകുവാൻ അല്ലെങ്കിൽ അകന്നു പോകുവാനുള്ള ഒരു സാധ്യതയും എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആളുകളിലും ഇന്ന് കാണുന്ന ഒരവസ്ഥയാണ് മടുപ്പുളവാക്കുക എന്നുള്ള ഒരു പ്രത്യേകത. അപ്പോൾ നമ്മളുടെ പാർട്ട്ണറിൽ നിന്ന് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും മടുപ്പുളവാക്കുന്ന ഒരവസ്ഥ. അവർക്ക് ചെറിയ ചെറിയ ജോക്കുകളിൽ ചിരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങളെ വളരെ ലൈറ്റായിട്ട് എടുക്കാനോ സാധിക്കാതെ വരുന്ന രീതിയിലാണ്. പ്രത്യേകിച്ചും പുരുഷൻ ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണ്, വീട്ടിലെ കാര്യങ്ങൾ കൂടുതലും ശ്രദ്ധിക്കാത്ത ഒരാളാണെങ്കിൽ സ്ത്രീകൾ അത് മയത്തിൽ റെസ്പോണ്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറി വളരെ കാർക്കശ്യത്തോടെ പുരുഷനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വരികയും അതുപോലെ തന്നെ നമ്മളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളോട് നമ്മളുടെ വിഷമങ്ങൾ തുറന്നു പറയുകയും കൂടുതലും ആ പുരുഷനെ തിരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതിന് പകരം അല്ലെങ്കിൽ നമ്മളിൽ എന്താണ് മാറ്റം വരുത്തുന്നതെന്ന് ചിന്തിക്കുന്നതിന് പകരം അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വിട്ടുകൊടുക്കുന്ന ഒരു പ്രവണത സ്ത്രീകളിലേക്ക് കണ്ടുവരുന്ന ഒരു രീതിയാണ്. കുറേ വർഷങ്ങളോളം നമ്മൾക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യം നമ്മൾ ഒളിച്ചു വെക്കുകയും അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ സ്വന്തം കാലിൽ നിലനിൽപ്പുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് കൂടുതൽ ക്ഷമയ്ക്ക് അവർ തയ്യാറാകുകയില്ല. വിട്ടുവീഴ്ചകൾ കുറേയൊക്കെ ചെയ്യുമെങ്കിലും വളരെ വലിയ വിട്ടുവീഴ്ച ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി എന്നാൽ പുരുഷൻ മാറാൻ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. കാരണം സ്ത്രീയുടെ ഈ ഒരു മാനസികാവസ്ഥയും അല്ലെങ്കിൽ ശാരീരികാവസ്ഥയും പുരുഷൻ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇതിന് വിപരീതമായി എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള സ്നേഹബന്ധം നിലനിർത്തുന്ന ദാമ്പത്യ ജീവിതം ധാരാളമായിട്ടും നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ജീവിതത്തിലെ നമ്പർ 1 ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളുടെ പാർട്ട്ണർ ആരായിരുന്നാലും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മളുടെ പാർട്ട്ണറെ അവരായിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊള്ളുക, അവരുടെ ആ ചേഞ്ചസിനെ നമ്മൾ ഉൾക്കൊള്ളുക. അതാണ് അവരോടുള്ള സ്നേഹം, അല്ലെങ്കിൽ അതാണ് അവരോടുള്ള കരുതൽ, അല്ലെങ്കിൽ അതാണ് ലൈഫിലേക്ക് വേണ്ടി വരുന്നത്. നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളല്ല. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മളുടെ പാർട്ട്ണർ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മളുടെ ഹസ്ബൻഡ് നമ്മളെ കരുതണം, അല്ലെങ്കിൽ നമ്മളുടെ വൈഫ് നമ്മളെ കരുതണം എന്ന് ചിന്തിക്കുന്നത് തന്നെ നമ്മൾ തെറ്റായിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ ഇങ്ങനെയാകുന്നതാണ് എനിക്ക് താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പറഞ്ഞത് എനിക്ക് വിഷമമായി പോയി എന്നുള്ള കാര്യങ്ങൾ പറയും. പക്ഷെ അത് കേൾക്കാത്ത കുറേ ആളുകളുണ്ട്, എന്നാൽ അത് മനസ്സിലാക്കുന്ന കുറേ ആളുകളുണ്ട്. പേരൻസ് തമ്മിൽ വഴക്കുണ്ടാക്കുന്ന വീടുകളിലെ കുട്ടികളുടെ ആ ഒരു സ്വഭാവ വൈകൃതം അല്ലെങ്കിൽ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ, ഡിപ്രഷനിലേക്ക് പോവുക, അല്ലെങ്കിൽ അവർ ഏകാന്തത ഇഷ്ടപ്പെടുക, അവർ മറ്റൊരു കാര്യങ്ങളിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാതിരിക്കുക, അങ്ങനെ പഠിത്തത്തിൽ നിന്ന് പുറകോട്ട് വരിക, അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം അപ്പോൾ ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും മാത്രമുള്ളതല്ല, നമ്മളുടെ കുഞ്ഞുങ്ങളും കൂടി ഉൾപ്പെടുന്നതാണ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തമ്മിലുള്ള സന്തോഷത്തിനോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ സന്തോഷവും നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് പഴയ കാലത്തിനേക്കാളും വിവാഹമോചനം അല്ലെങ്കിൽ സ്വരച്ചേർച്ചയില്ലായ്മ കൂടുന്നതിൻ്റെ കാരണം തന്നെ സോഷ്യൽ മീഡിയ തന്നെയാണ്. കാരണം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് പരസ്പരം മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇന്നത്തെ കാലത്ത് ഈ വിവാഹേതര ബന്ധങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. കാരണം സോഷ്യൽ മീഡിയയുടെ ഒരു ഹെൽപ്പ്, അല്ലെങ്കിൽ മെസ്സേജസ്, വാട്സപ്പ്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ട്രേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ പാർട്ട്ണറുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കുകയും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ പാർട്ട്ണർ, ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും അങ്ങനെ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ അത് നല്ല രീതിയിൽ പറഞ്ഞ് നമ്മൾക്കത് മനസ്സിലായി അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിൽ ഈ ഒരു ബന്ധം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് എടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഇഗ്നോർ ചെയ്ത് വിട്ടു, അല്ലെങ്കിൽ ആ ഒരു മിനിറ്റിൽ തന്നെ അദ്ദേഹം അല്ലെങ്കിൽ അവൾ മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇനി എനിക്ക് അവളെ വേണ്ട അല്ലെങ്കിൽ എനിക്ക് അയാളെ വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവർ ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളെങ്കിൽ നമുക്കവരെ തിരിച്ചു കൊണ്ടുവരാം, അതിൽ നിന്ന് നമുക്കവരെ വിലക്കാം, അല്ലെങ്കിൽ അവരെ നമ്മളുടെ ജീവിതത്തോട് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അവരതിനുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കി നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളും കൂടി ഒരു ട്രൈ എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു മനുഷ്യനായിട്ട് ജീവിച്ച ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരാളിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങളിൽ അവർക്ക് ചില അട്രാക്ഷൻ തോന്നാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമ്മളുടെ ബന്ധത്തിന് ഉലച്ചിലുണ്ടാക്കും എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനെ വിലക്കുക, അല്ലെങ്കിൽ നമ്മളതിനെ നല്ല രീതിയിൽ ചില പൊട്ടലുകൾ അല്ലെങ്കിൽ ചീറ്റലുകൾ നമുക്ക് ചെറിയ രീതിയിലുള്ളതാണെങ്കിൽ നമുക്കത് ഫിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ വലിയ രീതിയിൽ നമ്മളെ തീർച്ചയായിട്ടും ചീറ്റ് ചെയ്യുന്ന ആളുകളെ, അല്ലെങ്കിൽ നമ്മളറിയാതെ വല്ലാത്ത രീതിയിൽ നമ്മളെ ചീറ്റ് ചെയ്യുന്ന ആളുകളെ തീർച്ചയായിട്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ഹസ്ബൻഡും വൈഫും തമ്മിൽ കൂടുതൽ അടുക്കാനും കൂടുതൽ സംസാരിക്കാനുമുള്ള ഒരു അവസരം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് ഹസ്ബൻഡും വൈഫുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും ടൂറ് പോകണം എന്നല്ല പറയുന്നത്, ഒരു റെസ്റ്റോറൻറ്റിൽ തനിയെ നിങ്ങൾ പോവുക, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു ട്രാവലിന് നിങ്ങൾ തനിയെ രണ്ടുപേരും പോവുക, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വളർത്തുക. കുഞ്ഞുങ്ങളുമായിട്ട് എല്ലായിടത്തും പോകാതെ രണ്ടുപേരും തനിയെ നിങ്ങൾക്കായിട്ടൊരു സമയം കണ്ടെത്തുക. അതെല്ലാം വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ കൂടെ, എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ആ ഒരു ഊഷ്മളത അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധം അത് വളരുന്നതിൽ കൂടുതൽ അത് നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഒരു അവസരം അല്ലെങ്കിൽ ഒരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അതിൽ നമ്പർ 1 ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളെയും തുറന്നു പറയാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക. അത് തിരിച്ച് ലിസൺ ചെയ്യാനുള്ള ഒരു ക്ഷമയും നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സ്ത്രീകളാണെങ്കിലും 40 വയസ്സ് കഴിഞ്ഞു, ഇനി എൻ്റെ എല്ലാം നിങ്ങളെ സ്നേഹിക്കാനായിട്ട് പഠിക്കണം. ഈ 40 വയസ്സ് കഴിയുമ്പോഴത്തേക്കും സ്ത്രീകളുടെ ഒരു ചിന്തയാണ്, എൻ്റെ എല്ലാം കഴിഞ്ഞു, എനിക്ക് കുഞ്ഞുങ്ങളായി, ഇനി എന്താ, ഇനിയിപ്പോൾ എങ്ങനെയായാൽ എന്തിനാണ് ഞാൻ അണിഞ്ഞൊരുങ്ങുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് എന്നെ ടേക്ക് കെയർ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു കാര്യം വളരെയധികം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളെ എപ്പോഴും സ്നേഹിക്കാനായിട്ട് പഠിക്കുക. നിങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കും. നിങ്ങൾ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുകയും നിങ്ങളെ തന്നെ ആ ഒരു കാലത്തിനനുസരിച്ചുള്ള അപ്ഡേറ്റ്
നിങ്ങളിൽ കൊണ്ടുവരികയും എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഹസ്ബൻഡിന് തൻ്റെ വൈഫ് നല്ല സുന്ദരിയായി അല്ലെങ്കിൽ മിടുക്കിയായി അല്ലെങ്കിൽ നല്ല രീതിയിൽ നടക്കുന്നത് വെറുപ്പുണ്ടാക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അതിൽ കൂടുതലായിട്ട് അവർക്ക് അതിൽ നിന്ന് ഒരു സന്തോഷമാണ് ലഭിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ പിന്നെ അതുപോലെ സങ്കുചിതമായി ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് പറയുന്നത് നീ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ട് പോവുകയാണ്, ഒരുങ്ങിക്കെട്ടി ആരെ കാണിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെ നമുക്ക് വിടാം. അല്ലാതെ ജനറലി ഏത് പുരുഷനും ആഗ്രഹിക്കുന്ന തൻ്റെ ഭാര്യ വളരെ നന്നായി സുന്ദരിയായി നല്ല മിടുക്കിയായിട്ട് നല്ല രീതിയിൽ നമുക്കുള്ള വസ്ത്രമെങ്കിലും വെടുപ്പായി വൃത്തിയായിട്ട് ഇട്ട് നടക്കുക. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് നമ്മളെപ്പോഴും നമ്മൾ പ്രത്യക്ഷപ്പെടേണ്ട ആൾ എന്ന് പറയുന്നത് നമ്മുടെ ഹസ്ബൻഡ് ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിലും ഭാര്യയുടെ അടുത്ത് എന്താ പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ വേണം എപ്പോഴും ഇടപഴകാനും. അവർക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തു അതുകൊണ്ട് തീർന്നു, അതല്ല കെയർ. അവർക്ക് ഏതെങ്കിലും അസുഖം വരുമ്പോൾ എങ്ങനെ അവരെ ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞ് വരുന്ന ഒരു ഭാര്യ, ജോലി കഴിഞ്ഞ് വരുന്ന ഒരു ഭാര്യ അങ്ങനെ തലവേദനയായിട്ട് വരികയാണെങ്കിൽ നീ റെസ്റ്റ് എടുത്തോളൂ, ഞാൻ നിനക്കൊരു ചായ ഇട്ട് തരാം, നീ ചായ കുടിക്കുമ്പോൾ തലവേദന മാറും, നിനക്ക് ടാബ്ലറ്റ് എന്തെങ്കിലും എടുത്തു തരട്ടെ. അങ്ങനെ ആ ഒറ്റ വാക്കിൽ ആ സ്ത്രീയുടെ എല്ലാവിധ ടെൻഷനും പോവുകയും ഈ ചായ കൊടുക്കാതെ അല്ലെങ്കിൽ ടാബ്ലറ്റ് കൊടുക്കാതെ അവളുടെ ഹെഡേക്ക് അപ്പോൾ തന്നെ മാറുകയും ചെയ്യും. അതാണ് പുരുഷൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നല്ല രീതിയിൽ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ കെയർ ചെയ്യുമ്പോൾ അവിടെ ആ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സ്വർഗം തന്നെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. എപ്പോഴും അതൃപ്തമായിട്ടുള്ള ഒരു ജീവിതം എപ്പോഴും വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പര ബഹുമാനവും പരസ്പരമായിട്ടുള്ള ഒരു കെയറിങ്ങും ഇല്ലാതെ പോകുന്നതാണ്. എപ്പോഴും ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് അവളെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവളെ കെയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഒരു പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു പുരുഷനാകട്ടെ ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഭക്ഷണം നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ ഇഷ്ടത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുന്ന അവരുടെ കാര്യങ്ങളിലെല്ലാം ഉത്സാഹം കാണിക്കുന്ന അവരെ കേട്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സൈക്കോളജി നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കുടുംബമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മാരിറ്റൽ അഫേഴ്സ് അല്ലെങ്കിൽ തമ്മിലുള്ള വഴക്കുകൾ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആകുന്നതായിട്ടുള്ള അവസ്ഥകൾ ഇതെല്ലാം കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുക, കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമാധാനം കൊടുക്കാനും നമ്മുടെ ലോകം എത്ര മാറി സമൂഹം എത്ര മാറി എന്ന് പറഞ്ഞാലും ഒരു ഹസ്ബൻഡും വൈഫും ഒരു കുഞ്ഞുങ്ങളും സന്തോഷത്തോടെ ജീവിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് എന്തിരുന്നത് തന്നെയാണെങ്കിലും ഒരു ഡൈവേഴ്സി ആയിട്ടുള്ള ഒരു പെണ്ണിനോ ആണിനോ തമ്മിലടിക്കുന്നതായ ഒരു കുടുംബത്തിനോ കിട്ടുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നില്ല. ഇതൊരു സോഷ്യൽ അക്സെപ്റ്റൻസിന് മാത്രമല്ല ഞാൻ പറയുന്നത്, പുറത്ത് കാണുന്ന രീതിയിലല്ലാതെ മനസ്സിൽ കരഞ്ഞുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ഫാമിലികളെ എനിക്കിപ്പോൾ അറിയാം. അപ്പോൾ നിങ്ങൾക്കും ഇപ്പോൾ ഈ വീഡിയോ കേട്ടിരിക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ പരിചയത്തിലുള്ള പലരെയും അറിയുമായിരിക്കും. അപ്പോഴും നിങ്ങൾ കരുതുക, നിങ്ങളുടെ പാർട്ട്ണറാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സമാധാനവും സന്തോഷവും തരുന്ന ആൾ. നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കണം നിങ്ങളുടെ എല്ലാം എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ കുറവുകളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും അവർക്ക് വേണ്ടി കുറച്ച് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലും കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയും മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി നമ്മൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ ഏറ്റവും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെയും എല്ലാവർക്കും ബൈ.